ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വെള്ള ഉണ്ണിയപ്പം, പഞ്ചസാരയപ്പം എന്നൊക്കെ പറയും. കണ്ണൂർ ഭാഗത്തുള്ള മിക്കവാറും എല്ലാ ബേക്കറികളിലും കിട്ടുന്ന ഒരു ഐറ്റമാണിത്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1.5 കപ്പ് അരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 200 മില്ലിയുടെ ഒരു ഗ്ലാസ്സിലാണ് ഇത് അളന്നെടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് 1/4 കപ്പ് അളവിൻ്റെ കപ്പാണ്. ഇതിൽ 1 കപ്പും പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. സാധാരണ കണ്ണൂരപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാറില്ല. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഒരു നുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി. ചെറുതായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം 1 കപ്പ് ചോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കണ്ണൂരപ്പം ഉണ്ടാക്കുമ്പോൾ 1/2 കപ്പ് ചോറേ ചേർക്കാറുള്ളൂ. ഞാനിത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പ് അളവ് കപ്പാണ്. ഇതിലൊരു 1/4 ഭാഗം മൈദ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴാണ് ആ കടയിലെ പോലെ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കിട്ടുന്നത്. 6 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കണ്ണൂരപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന അളവുകൾ കൃത്യമായിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഇത് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പാകം ഇപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ ഒരു പാകത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. 1 നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉടനെ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടുകയുള്ളൂ. 1 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഉടനെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഉണ്ണിയപ്പ പാത്രത്തിലൂടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന ഉണ്ണിയപ്പത്തിന് ഇതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ വലിപ്പം ഉണ്ടാകും. എൻ്റെ കയ്യിൽ ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഉണ്ണിയപ്പ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വരുമ്പോൾ കിട്ടും. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ നന്നായിട്ട് തീ കൂട്ടിയിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതൊന്ന് പൊങ്ങി വരുമ്പോഴേക്ക് തീ കുറച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ മുകൾ ഭാഗം ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി. താഴെ ഭാഗം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ത്തിരിക്കുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്താൽ അകം നല്ലവണ്ണം കുക്കായിട്ട് കിട്ടും. ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. സാധാരണ കണ്ണൂരപ്പം ഉണ്ടാക്കുന്നതിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാനിതിൽ വ്യത്യാസമായിട്ട് ചേർത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതും കുറച്ച് നെയ്യും. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഉണ്ണിയപ്പത്തിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. എല്ലാവരും ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.